വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ തേർഡ് LBS BSc നഴ്സിംഗിന്റെ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഞാൻ Q&A സെക്ഷനിൽ ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് വീഡിയോ ആയിരുന്നു, അതെല്ലാവരും കണ്ട് എല്ലാവരുടെ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തേർഡ് അലോട്ട്മെന്റ് അഡ്മിഷൻ ഒക്കെ ക്ലോസ് ആയതിനു ശേഷമാണ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് വരാൻ പോകുന്നത്. ഈ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടും എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ്? നമ്മൾ LBS അപ്ലൈ ചെയ്തു, നമുക്ക് 3 അലോട്ട്മെന്റ് ഇപ്പോൾ കഴിഞ്ഞു. അതിൽ ട്രയൽ കഴിഞ്ഞു, ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു. തേർഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കുട്ടിക്ക് അലോട്ട്മെന്റ് കിട്ടി, ടോക്കൺ ഫീ അടച്ചു, ആ സീറ്റ് സെക്യൂർ ആണ്. ആ കുട്ടി ഹയർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്ത് സെക്കൻഡ് അലോട്ട്മെന്റിൽ വരും, തേർഡ് അലോട്ട്മെന്റിൽ വരും. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടിക്ക് അത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അവർ ആ ഓപ്ഷൻ ഫസ്റ്റ് വെച്ച് സീറ്റ് സെക്യൂർ ചെയ്ത് ടോക്കൺ ഫീ അടച്ച് വെയിറ്റ് ചെയ്യുമായിരിക്കും, അല്ലെ? അപ്പോ അതുപോലെ തേർഡ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്ത് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികളും ഉണ്ട്. ഇവരും ഇതുപോലെ വെയിറ്റ് ചെയ്തതിന് ശേഷം ടോക്കൺ ഫീ ഓഗസ്റ്റ് 16 മുന്നേ അടയ്ക്കേണ്ടതാണ്. അടച്ച് അതിനുശേഷം നിങ്ങൾക്ക് ഒരു രീതിയിലും ഈ അഡ്മിഷൻ ടെമ്പററി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇനി നിങ്ങൾ സ്പോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് LBS, അത് മതി. ആപ്ലിക്കേഷൻ ഒന്നും പുതിയതല്ല, പക്ഷേ നിങ്ങൾ ഓപ്ഷനാണ് പുതിയതായിട്ട് വെക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിനൊക്കെ ആദ്യം ഒരു ഓപ്ഷൻ വെച്ചില്ലേ, ആദ്യം തൊട്ടേ ഫുൾ ഓപ്ഷൻസ്, ഇഷ്ടപ്പെട്ട കോളേജസ് പ്രയോറിറ്റി ചെയ്ത് 1, 2, 3 എന്ന് നമ്മൾ ഓപ്ഷൻ വെച്ചില്ലേ, അതേ രീതിയിൽ നമ്മൾ സെയിം ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ് സ്പോട്ട് അലോട്ട്മെന്റിൽ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ അല്ല പുതുതായിട്ട് നമ്മൾ വെക്കേണ്ടത്, അതിനുവേണ്ടി ക്യാഷ് കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷന്റെ രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ വരില്ല. അതിന്റെ ടൈം ആകുമ്പോൾ LBS അപ്ഡേറ്റ് ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഓപ്ഷൻ വെക്കാനുള്ളത് ഓപ്പൺ ആയി വരും. ആ സമയത്ത് നിങ്ങൾ ആദ്യം തൊട്ടേ ഓപ്ഷൻ വെക്കണം. ആദ്യം തൊട്ടേ ഓപ്ഷൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ, ഓൾറെഡി കിട്ടിയ കുട്ടികൾക്ക് കോളേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അവരെങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത്, അതുപോലെ ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത്, ഇത് രണ്ടും രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ്, അലോട്ട്മെന്റ് കിട്ടിയ കുട്ടി. അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റിൽ ആ കുട്ടി ലാസ്റ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഏതാണോ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയിരിക്കുന്നത്, ലാസ്റ്റ് നിങ്ങൾക്ക് ഏതിലാണോ അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത് അവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. നിങ്ങൾക്ക് സ്പോട്ടിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോളേജിൽ പോവുക, അഡ്മിഷൻ എടുക്കാം, അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കാം, NOC സർട്ടിഫിക്കറ്റ് വാങ്ങാം. ആ NOC സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ചില കോളേജസ് തരില്ല എന്ന് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ എടുക്കാം, വേണ്ടാന്ന് വെക്കണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ ഇനി ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾ NOC സർട്ടിഫിക്കറ്റും വാങ്ങിച്ചു, അഡ്മിഷനും എടുത്തു, സ്പോട്ടിന് വന്ന് നിൽക്കാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് സ്പോട്ടിന് വന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ കോളേജ്, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക്, ഇത് ഞാൻ പൊതുവായിട്ട് പറയുന്നതാണ്. ഇപ്പൊ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടിയായാലും കിട്ടാത്ത കുട്ടിയായാലും നിങ്ങളുടെ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ ഓപ്ഷൻ വെക്കണം. ഓപ്ഷൻ വെക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 3 അലോട്ട്മെന്റ് കഴിഞ്ഞു, ഓൾറെഡി ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്ത് സീറ്റ് ഫില്ലായി. ഇനി വാക്കന്റ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടിയ ഒരു കുട്ടി നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിലേക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് വരുവാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് എന്ന് വിചാരിക്കാം. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഓൾറെഡി നമുക്കറിയാം എത്ര സീറ്റാണ് ഉള്ളതെന്ന്. ആ സീറ്റിൽ ഒരേ ഒരു സീറ്റ് മാത്രമാണ് വാക്കന്റ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ വരുന്ന എല്ലാ കുട്ടികളും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ കിട്ടുമോ? ആകെ ഉള്ളത് ഒരു സീറ്റാണ്. അതിൽ 10 കുട്ടികൾ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡെക്സ് മാർക്കും റാങ്കൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത ഒരു കാര്യം കാറ്റഗറിയാണ്. നമ്മുടെ ഗവൺമെന്റ് കോളേജസിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക നമുക്കറിയാം. SM കാറ്റഗറിക്ക് 50%, EWSന് 30%, അതുപോലെ തന്നെ ഓരോ റിസർവേഷനും
10%, SC/BSCക്ക് 10%, SC/STക്ക് 10%, അങ്ങനെ ശതമാനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് സീറ്റ് റിസർവേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ SC ഒരു കുട്ടിയാണ്, ആ ഒരു കുട്ടിക്കുള്ള റിസർവേഷൻ ആണ് ചിലപ്പോൾ വാക്കന്റ് ആയിട്ട് വന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടി ആ ഓപ്ഷൻ SC കാറ്റഗറി സ്റ്റുഡന്റിനുള്ള സീറ്റിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല, നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഓപ്ഷൻ ഇനി രജിസ്റ്റർ ചെയ്യാവൂ. കാരണം സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ ഒക്കെയാണ് നമ്മുടെ ലാസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളതെല്ലാം വാക്കന്റ് സീറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ഓൾറെഡി ഫിൽ ആയിട്ടുള്ള സീറ്റിന് വേണ്ടിയിട്ടല്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി എങ്ങനെയാണ് വാക്കന്റ് സീറ്റ് കണ്ടുപിടിക്കുന്നത്? ഈ അഡ്മിഷൻ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ LBSന്റെ സൈറ്റിൽ തന്നെ എത്രത്തോളം കോളേജസിൽ എത്രത്തോളം സീറ്റ് വാക്കന്റ് ആയിട്ടുണ്ട് എന്ന ഒരു ലിസ്റ്റ് വരും. ആ സമയത്ത് ആ ലിസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങളുടെ കാറ്റഗറിയും കൂടെ നോക്കിയതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻസ് വെക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതിപ്പോ ഞാൻ പറഞ്ഞത് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളുടെ കാര്യമാണ്. ഇനി അലോട്ട്മെന്റ് ഇതുവരെയും കിട്ടാത്ത കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല, നിങ്ങൾ സ്പോട്ടിലേക്ക് പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കണ്ട, ഇതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ച് എവിടെയൊക്കെയാണോ വാക്കൻസി കൂടുതൽ അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പല കുട്ടികളും ചോദിച്ചതാണ് എത്ര സ്പെഷ്യൽ അലോട്ട്മെന്റ് കാണുമെന്നുള്ളത്. സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ അലോട്ട്മെന്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ 10 വരെ പോയിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് വാക്കൻസി വരുന്നതനുസരിച്ച് സ്പെഷ്യൽ അലോട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ BSc നഴ്സിംഗ് തന്നെ പഠിക്കണം എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന കുട്ടികൾ ഇതിന്റെ അവസാനം വരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുന്നതായിരിക്കും. മാർക്കും കൂടി ഉണ്ട് കേട്ടോ. മാർക്ക് നമുക്ക് 2023 280 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് കിട്ടിയത് 280 ആണ്. പക്ഷെ കഴിഞ്ഞ വർഷം 2024 298 ഉള്ള കുട്ടികൾക്ക് പോലും കിട്ടാതെ വന്നിട്ടുണ്ട്. കാരണം ടൈപ്പ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഓഗസ്റ്റ് 20 ആകുമ്പോൾ PNC മാക്കിന്റെയും AMCS FNCKയുടെയും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിയും. പിന്നെ അതിൻ്റെതായ അലോട്ട്മെന്റ് വരും. കുറെ കുട്ടികൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും, അല്ലെങ്കിൽ ഇവിടെ അഡ്മിഷൻ എടുക്കാതെ വരും. കുറെ പേര് പാരാമെഡിക്കൽ ഡിഗ്രിക്ക് പോകും, കുറെ പേര് ഡിപ്ലോമയ്ക്ക് പോകും. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ സീറ്റ് വാക്കൻസി വരും. LBSന്റെ സീറ്റ് വാക്കൻസി വരുമ്പോൾ പിന്നെയും സ്പെഷ്യൽ അലോട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് എത്രത്തോളം അലോട്ട്മെന്റ് വരും എന്നത് നമുക്ക് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം 10 അലോട്ട്മെന്റ് ഒക്കെ വർഷങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ BSc നഴ്സിംഗ് വേണം എന്ന് പറഞ്ഞു നിന്നാൽ നിങ്ങൾ ലാസ്റ്റ് വരെയും ഇതിന് ശ്രമിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. കുറെ കുട്ടികൾ ശ്രമിച്ച് ഇനി കിട്ടിയില്ല എന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് പോകുന്നവർ, മാനേജ്മെന്റ് സീറ്റിന് പോകുന്നവർ കാണും, PNC മാക്കിന് പോകുന്നവർ കാണും, AMCS FNCKക്ക് പോകുന്നവർ കാണും, പാരാമെഡിക്കൽ ഡിഗ്രിക്ക് പോകുന്നവർ കാണും, ഡിപ്ലോമയ്ക്ക് പോകുന്നവർ കാണും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ വാക്കൻസി വരും. ആ വാക്കൻസി ഫില്ലാകുന്നത് വരെയും കുട്ടികളെ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്താണ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ്? വാക്കൻസി അനുസരിച്ചാണ് ഈ അലോട്ട്മെന്റ് വരുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ പുതിയ ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കണ്ട, ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് കൊടുക്കേണ്ടത്. അതിന്റെ ടൈം വന്നിട്ടില്ല. വരുന്ന സമയത്ത് അത് നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷന് വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. എവിടെയൊക്കെയാണ് വാക്കൻസി വരുന്നത് എന്നതെല്ലാം LBSലെ സൈറ്റിൽ വരും. അതിന് സമയമുണ്ട്. അതുപോലെ കുറെ പേരുടെ ഡൗട്ടാണ്, സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് സ്പെഷ്യലിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ പല കോളേജസിലും NOC തരാൻ ചാൻസ് ഇല്ല. NOC കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി NOC കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം. ഇനിയിപ്പോൾ അവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി അടച്ച ടോക്കൺ ഫീ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കുറച്ച് ഡിലേ എടുക്കും. വെബ്സൈറ്റിൽ ഇതുപോലെ തന്നെ റീഫണ്ട് ഓപ്ഷൻ വരും. ആ റീഫണ്ട് ഓപ്ഷൻ വരുന്ന സമയത്ത് അവർ പറയുന്ന രീതിയിൽ ചെയ്തു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് തിരികെ ഫീസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇനി സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ എവിടെയാണോ നിൽക്കുന്നത് ആ അലോട്ട്മെന്റ് കിട്ടും. അത് എങ്ങനെയുള്ള കുട്ടികൾക്കാണ്? ആ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് NOC വാങ്ങിച്ച് സ്പോട്ട് അലോട്ട്മെന്റിൽ വന്ന് പങ്കെടുത്ത് സ്പോട്ട് അലോട്ട്മെന്റിൽ കിട്ടിയില്ല എന്നാൽ നിങ്ങൾക്ക് തിരിച്ച് തേർഡ് അലോട്ട്മെന്റിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തേർഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് ഡയറക്റ്റ് സ്പോട്ട് അലോട്ട്മെന്റിൽ പോകാൻ പറ്റില്ല. പോയി അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തതിന് ശേഷം NOC വാങ്ങണം. എന്നാൽ മാത്രമേ സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ
പരിഗണിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.